SIR കുരുക്കോ എന്നാണ് ഹോട്ട് ടിയാൻടോക്ക് ചോദിക്കുന്നത്. ജിതിൻ ദേവ് BJP പ്രതിനിധി നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം അഡ്വക്കേറ്റ് അരുൺകുമാർ CPM പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ആദ്യം അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്ക്. അരുൺ, ഈ ശബ്ദ സന്ദേശങ്ങളൊക്കെ താങ്കളും കേട്ടു കാണും. ഇതിനോടകം ഉയർന്ന പരാതികളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ജീവനക്കാരുടെ മേൽ വല്ലാത്തൊരു സമ്മർദ്ദമാണ് SIRന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നത് തന്നെയല്ലേ താങ്കൾക്കും തോന്നുന്നത്? തീർച്ചയായും വലിയ കടുത്ത സമ്മർദ്ദമാണ് ജീവനക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച് ഇപ്പോൾ നോമിനേഷൻ 21 വരെ നോമിനേഷൻ, ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നവർ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള BLOമാരായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഭൂരിഭാഗം BLOമാർക്കും കടുത്ത സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് 1000-1200 പേരെ ഇവർ നേരിൽ കാണണം. വീടുകളിൽ ചെല്ലുമ്പോൾ പഴയതുപോലെയല്ല. വീട്ടിലുള്ള സ്ത്രീകളെല്ലാം പല രൂപത്തിലുള്ള തൊഴിലിന് പോയിരിക്കുന്നവരാണ്. കോളേജ് ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ക്യാമ്പസിലായിരിക്കും. വീട്ടിലുള്ളത് വളരെ പ്രായമെത്തിയ മുത്തശ്ശൻ മുത്തശ്ശിമാരാണ്. അവരോട് പല രേഖകൾ ചോദിക്കുമ്പോൾ അത് ഹാജരാക്കാൻ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നു. പല വിവരങ്ങൾ ചോദിച്ചെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അതും കിട്ടാതെ വരുമ്പോൾ പലതവണ ഒരു വീട് സന്ദർശിക്കേണ്ടി വരുന്നു. എല്ലാവരെയും നേരിൽ കാണണം, 3 തവണയെങ്കിലും വീട് സന്ദർശിക്കണം എന്നതാണ് കർശനമായിട്ടുള്ള നിർദ്ദേശം കളക്ടർമാർ കൊടുത്തത്. അപ്പോൾ 1000-1200 മുതൽ 1500 വരെ നേരിൽ കാണേണ്ടി വരുന്നു. ഒരു വീട്ടിൽ 3-4 തവണ പോകേണ്ടി വരുന്നു. പല രേഖകളും അപൂർണമായിട്ട് തന്നെ അവർക്ക് കിട്ടുന്നു. 2002 വോട്ടർ പട്ടിക എന്നൊക്കെ പറയുമ്പോൾ 20-23 കൊല്ലം മുമ്പുള്ളതാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ചോദിക്കുമ്പോൾ പലരും വീട് മാറിപ്പോയിരിക്കുന്നു. പുതിയ നിരവധി വീടുകൾ വന്നിരിക്കുന്നു, വില്ലകൾ വന്നിരിക്കുന്നു, ഫ്ലാറ്റുകൾ വന്നിരിക്കുന്നു. അതിലുള്ള താമസക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട്, അവിടെ എല്ലാം രേഖകൾ പലതും നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജന്മനാട്ടിലായിരിക്കും. നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വലിയ പ്രതിസന്ധി, ഇതെല്ലാം വളരെ ധൃതി പിടിച്ച് ടാർഗറ്റ് നിശ്ചയിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ഈ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ടെല്ലാം ഇതെല്ലാം സ്കാൻ ചെയ്യുകയും അതിൻ്റേതായിട്ടുള്ള വർക്കുകളെല്ലാം ഉണ്ട്. രാത്രി വളരെ കഠിനാധ്വാനം ചെയ്താൽ പോലും ഓരോ ദിവസവും ചെന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ അവർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യമൊക്കെ വരികയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അനീഷ് ജോർജിൻ്റെ പിതാവ് തന്നെ പറഞ്ഞു, രാത്രി 1:30 വരെ അദ്ദേഹം ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അദ്ദേഹം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു മുഴം കയറിൽ ഒരു BLO ജീവിതം അവസാനിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. പങ്കു പറഞ്ഞു രാജസ്ഥാനിലെ കേസ്, ട്രെയിന് മുന്നിൽ ചാടിയാണ് ഒരു BLO ജീവിതം അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ബംഗാളിൽ നിന്നും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വളരെയധികം ജോലി ഭാരം അടിച്ചേൽപ്പിച്ച് ടാർഗറ്റ് നിശ്ചയിച്ച് സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ മറ്റ് നടപടി എന്നെല്ലാം പറഞ്ഞ് കളക്ടർമാർ വലിയ സമ്മർദ്ദം ഇലക്ഷൻ കമ്മീഷനും BLOമാരുടെ മേൽ ചുമത്തുകയാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞു, അതുപോലെ തന്നെ ജീവനക്കാരുടെ സംഘടന ഒറ്റക്കെട്ടായി പറഞ്ഞു, ഒന്ന് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ തന്നെ ഇത് അടിച്ചേൽപ്പിക്കരുത്. ഇത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇതിന് സമയം എക്സ്റ്റെൻഡ് ചെയ്ത് തരണം. ഏതെങ്കിലും തരത്തിൽ ഒരു കാലഘട്ടം നിശ്ചയിച്ച് ഡിസംബർ മാസം 9 ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം എന്ന തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റ സ്വരത്തിൽ പറഞ്ഞിട്ട് പോലും ഇലക്ഷൻ കമ്മീഷൻ അത് ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ സമാനമായിട്ടുള്ള മാറ്ററുകൾ പെൻഡിംഗ് ആണ് എന്നതുകൊണ്ട് സെയിം കോടതി തന്നെ പരിഗണിക്കട്ടെ എന്നതാണ് സിംഗിൾ ബെഞ്ച് പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം നടത്തേണ്ട ഒരു സാഹചര്യമാണ്. ഇതിനിടയിൽ എത്ര പേരുടെ ജീവൻ നമുക്ക് നഷ്ടമാകും, എത്ര പേർ സ്ട്രോക്ക് അടക്കമുള്ള മറ്റു തരത്തിലേക്ക് വഴിതെറ്റി വീഴും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്തരത്തിൽ വലിയ സമ്മർദ്ദം ജീവനക്കാരുടെ മേൽ, അതുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ മേൽ, അതുപോലെ തന്നെ വീടുകളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളെല്ലാം ഇവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും മെറിറ്റാണ് ഈ വിഷയത്തിൽ സമയം വേണം, നീട്ടിവെക്കണം എന്നുള്ള ആവശ്യം. ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന രൂപത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കാൻ തയ്യാറാകണം. മെറിറ്റോടുകൂടി ഈ വിഷയത്തെ കാണാൻ കഴിയണം. കൂടുതൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന, കൂടുതൽ ആളുകൾ തീരാ ദുരന്തത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു ആവശ്യമാണ് CPMഉം മറ്റ് ഇടതുപക്ഷ പാർട്ടികളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഉന്നയിച്ചിരിക്കുന്നത്. പരമോന്നത നീതിപീഠത്തിലേക്ക് ഈ വിഷയം പോവുകയാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം, മെറിറ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു തീരുമാനം, ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രൊസീഡിങ്സ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആ ചൂടേറിയ പ്രചരണത്തിന്റെ ഇടയിൽ തന്നെ നടത്തണം, ആ സമയത്ത് തന്നെ നടത്തിയേ പറ്റൂ എന്ന തരത്തിൽ അടിച്ചേൽപ്പിക്കുന്ന, അതിശക്തമായിട്ട് തന്നെ അതിന് സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യം ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല.
ശരി അരുൺകുമാർ, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ജിതിൻ ദേവ്, ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കണം എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതിനകത്ത് എന്തെങ്കിലും പിഴവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഏതൊരു പൗരനും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടികളും അതിനെ എതിർ നിൽക്കും എന്ന് കരുതുന്നില്ല വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ ഉദ്യോഗസ്ഥരുടെ മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നു. അവരെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇതിനെക്കുറിച്ച് ന്യൂസ് മലയാളം തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് ഇതൊരു ഹിമാലയൻ ടാസ്ക് ആകും, ഇത് അപ്രായോഗികമാണ് എന്ന തരത്തിൽ, ഈ ഘട്ടത്തിൽ നടത്തുന്നത് അപ്രായോഗികമാണ് എന്ന തരത്തിൽ ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് നോട്ടീസ് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ മാധ്യമങ്ങൾക്ക് പോലും ഇതിനെക്കുറിച്ച് വിമർശനം ചൂണ്ടിക്കാട്ടാൻ കഴിയാത്ത രീതിയിലുള്ള ഇടപെടലുകൾ കൂടി ഉണ്ടാവുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് പറയാനുള്ളത്? ഈ അധിക സമ്മർദ്ദത്തിലേക്ക് എന്തിനാണ് ഉദ്യോഗസ്ഥരെ വലിച്ചു കൊണ്ടുപോകുന്നത്? ലക്ഷ്മി, ഞാൻ കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിലെ ഈ SIR-ന് വേണ്ടിയിട്ട് എൻ്റെ പാർട്ടി നിശ്ചയിക്കപ്പെട്ട BLA 1 ആണ്. കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ ഈ SIR-ൻ്റെ പ്രോസസ്സ് ശ്രദ്ധിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അപ്പോയിൻറ്റ് ചെയ്ത BLA 1 എന്ന ചുമതലയിൽ കൂടിയാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ മണ്ഡലത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ മുഴുവൻ ബൂത്തുകളിലും 182 ബൂത്തുകളിലും ഞങ്ങളുടെ പാർട്ടി സംവിധാനം ഉപയോഗപ്പെടുത്തി ഞങ്ങൾ BLA 2 നിശ്ചയിച്ചിട്ടുണ്ട്. ഈ SIR-മായി ബന്ധപ്പെട്ട് വരുന്ന BLO-മാർക്ക് ആ BLO-മാർക്ക് ഒപ്പം വീടുകൾ സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ സന്ദർശിക്കാൻ, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ എല്ലാം ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമായി ഇതെല്ലാം സഹായിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് 1-2 BLO-മാരുമായിട്ട് സംസാരിച്ചു. അത് എൻ്റെ രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യമുള്ള BLO-മാരല്ല, കോൺഗ്രസ് പാർട്ടിയോട് ഉൾപ്പെടെ താല്പര്യമുള്ള, CPM-നോട് താല്പര്യമുള്ള, എനിക്ക് സൗഹൃദമുള്ള BLO-മാരോടൊക്കെ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യുന്നതിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ വീടുകൾ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം, അതായത് ഇപ്പോൾ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ചില വീടുകൾ തേടി പിടിച്ചെടുക്കാൻ, ചില വോട്ടർമാരെ കണ്ടെത്താനൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ശ്രീ അനീഷ് ജോർജ്, അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ഇല്ല, അദ്ദേഹത്തിൻ്റെ ജീവനൊടുക്കി. അതിൻ്റെ കാരണങ്ങളിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റു കാരണങ്ങളിലേക്ക് ഞാൻ വരാം. അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ടാസ്ക് 1065 വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യണമെന്നുള്ളതായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇലക്ഷൻ കളക്ടറുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അദ്ദേഹം ഏതാണ്ട് 860ഓളം ആൾക്കാർക്ക് ഇത് വിതരണം ചെയ്തു. അദ്ദേഹത്തിന് ഏതാണ്ട് 200-ന് താഴെയുള്ള ആൾക്കാരെയാണ് കണ്ടെത്താൻ സാധിക്കാത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യത്തിൽ അദ്ദേഹം ഏതാണ്ട് 80% പൂർത്തീകരിക്കപ്പെട്ട BLO ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്നത് പോലുള്ള ഒരു ഹിമാലയൻ ടാസ്ക് ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത് നടത്തുന്നത് ശരിയല്ല എന്നുള്ള അരുൺകുമാറിൻ്റെ വാദത്തോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ സ്ഥാനാർത്ഥിയായും, കാരണം ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ താഴെ തട്ടി നടക്കുന്ന ഇലക്ഷനാണ്. എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള സന്നാഹങ്ങളുമുണ്ട്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് BLO-മാർക്ക് വളരെ ഈസിയായി ഹെൽപ്ഫുള്ളായി ഈ ജോലി പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്കുണ്ടായ അനുഭവം. കാരണം ആ സമയത്ത് സ്ഥാനാർത്ഥികൾ സഹായിക്കും, BLO-മാർ സ്ഥാനാർത്ഥികളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ വീടുകൾ കണ്ടെത്താൻ സഹായിക്കും. കാരണം ഇതൊരു വോട്ടർമാരെ സംബന്ധിച്ചൊരു വലിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ഉദാഹരണം പറയാം. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിലായിരുന്നു. ഞാനിപ്പം കരുനാഗപ്പള്ളിയിലേക്ക് താമസം മാറിയിട്ട് ഒരു 6-7 വർഷമാകുന്നുള്ളൂ. അപ്പോൾ ഈ 2002 എൻ്റെ പ്രോജക്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ വോട്ട് കുന്നത്തൂർ മണ്ഡലത്തിൽ 50-ാം നമ്പർ പോളിംഗ് ബൂത്തിൽ കിടക്കുകയാണ്. ഞാൻ എൻ്റെ BLO എൻ്റെ ഈ ഫോം കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഇത് അവിടുത്തെ ആൾക്കാരുമായി ബന്ധപ്പെട്ടു. അവിടുത്തെ ആൾക്കാർ ബന്ധപ്പെട്ട സമയത്ത് എനിക്ക് അവിടുത്തെ BLO-യുടെ നമ്പർ കിട്ടി. ആ BLO-യെ ഞാൻ വിളിച്ച് എൻ്റെ അമ്മയുടെ ഇത് ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ആ സമയത്ത് ഓട്ടമുണ്ട്. കാരണം എനിക്ക് അന്ന് 19 വയസ്സുണ്ട്. ഞാൻ ആ ഡീറ്റെയിൽസ് എടുത്തു ഇവിടെ കൊടുത്തു. എൻ്റെ ഫോം എനിക്ക് ഈസിയായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റി. ചില പ്രശ്നങ്ങളുണ്ട്, കാരണം BLO-മാർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള സാങ്കേതിക പരിജ്ഞാനം പ്രശ്നം, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനപ്പുറത്ത് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് ഈ പ്രോസസ്സിൻ്റെ ഭാഗമായി ഇവരെ സഹായിക്കേണ്ടവരാണ്. അവരെ സഹായിച്ച് ഈ പ്രോസസ്സ് വളരെ ഭംഗിയായി പൂർത്തീകരിച്ച് കേരളത്തിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെട്ട് ഒരു പ്യൂരിഫൈഡ് ഇലക്ട്രൽ റോളാക്കി നമ്മുടെ പട്ടികയെ മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അനീഷ് ജോർജിന്റെ മരണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞങ്ങളുടെ മാത്രം ആരോപണമല്ല. അദ്ദേഹത്തെ വലുതായിട്ട് CPM-ന്റെ പ്രതിനിധികൾ പ്രഷർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് DCC പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു. അദ്ദേഹം പറയുന്നത് അവിടുത്തെ കോൺഗ്രസിന്റെ BLA, അതായത് കോൺഗ്രസ് പാർട്ടി നിശ്ചയിച്ച BLA-യും കൊണ്ട് ഇദ്ദേഹം വീട് കയറിയതിന് അദ്ദേഹത്തെ അവിടുത്തെ
പ്രാദേശിക CPM പ്രവർത്തകർ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തി, വലിയ തരത്തിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് കൊടുത്തു. ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തി, അതായത് ഉദ്യോഗസ്ഥരുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിനിയോഗിക്കാൻ CPM തയ്യാറാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഈ മരണം എന്ന് പറയുമ്പോൾ ലക്ഷ്മിക്ക് അറിയാമോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് ജോലി ചെയ്യുന്നത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. കഴിഞ്ഞ 5 വർഷം മാത്രം 69ഓളം പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 12ഓളം കൺസേൺഡ് സ്റ്റേഷൻ SHOമാരാണ്, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദം കൊടുക്കുന്നതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പിടിയാളുകളായി ഇവരെ മാറ്റാൻ ശ്രമിക്കുന്നു. പിന്നെ ഒരു പ്രോസസ്സിനെ ഇല്ലാതാക്കാൻ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണം, അതിനെ ലക്ഷ്മി എതിർത്തിട്ടില്ല. ആ വോട്ടർ പട്ടിക ശുദ്ധീകരണത്തെ ശുദ്ധീകരിക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പ്രോസസ്സിനെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ആ പ്രോസസ്സിനെ കുറ്റം പറയുവാൻ ഉദ്യോഗസ്ഥ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ജനാധിപത്യ പ്രക്രിയയിൽ പെടുന്ന ഒരു പ്രോസസ്സാണല്ലോ, ഒരു പ്രക്രിയയാണല്ലോ, ഒരു ജനാധിപത്യ പ്രക്രിയയാണല്ലോ. അപ്പോൾ അതിനകത്ത് ഉദ്യോഗസ്ഥരെ കുറച്ചുകൂടി സമ്മർദ്ദമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ ഒരുക്കേണ്ടത്. അത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ സമാന്തരമായി നടത്തുന്നതിനെതിരെ ഇപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. BJPക്ക് അത് ഓക്കെ ആണ് എന്നാണോ? താങ്കൾ പറഞ്ഞതനുസരിച്ച് ഇതാണ് ഏറ്റവും അനുയോജ്യമായ സമയം എന്നാണ് എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത്. ലക്ഷ്മി, BJPയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ സമയത്ത് ഇത് നടത്തണമെന്ന് നിർബന്ധമൊന്നും ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ മീറ്റിങ്ങിലൊന്നും പറഞ്ഞിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന ഏത് അനുയോജ്യമായ തീരുമാനത്തിനോടും സഹകരിക്കാൻ BJP തയ്യാറാണ് എന്നാണ് ഞങ്ങൾ ആ മീറ്റിങ്ങിൽ പറഞ്ഞത്. ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ ലക്ഷ്മി മനസ്സിലാക്കേണ്ടുന്നത് ഈ BLO അല്ല നമ്മളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അംഗനവാടി ടീച്ചർമാർ, അത്തരത്തിലുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം മാറ്റിയിട്ട് സർക്കാർ സംവിധാനത്തിലുള്ള വില്ലേജ് അസിസ്റ്റന്റുമാർ, മറ്റു ഉദ്യോഗസ്ഥർ ഇവരിലേക്ക് ഈ സംവിധാനം മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ BLO തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം ചെയ്യുന്നു എന്ന് അങ്ങ് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ അവർ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ സമയത്ത് വീടുകളിലേക്ക് പോകാൻ BLOമാർക്ക് ഏറ്റവും ഗുണകരമായ സമയം ഇതാണ്. കാരണം ഞങ്ങളുടെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ CPMന്റെയും കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ പൊളിറ്റിക്കൽ, പ്രാദേശിക ലോക്കൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈ സമയത്ത് ഫീൽഡിലുണ്ട്. അവരുടെ സഹായം ഇവർക്ക് തേടാം. പക്ഷേ CPM എന്താണ് ചെയ്യുന്നത്? ഏകപക്ഷീയമായി ഞങ്ങളെ മാത്രം കൂട്ടി വീടുകളിലേക്ക് പോകണം എന്ന് ശഠിക്കുമ്പോഴാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അനീഷ് ജോർജിന്റെ ജീവൻ ഒടുക്കിയതിന് പുറകിൽ ഇത്തരത്തിലൊരു സമ്മർദ്ദമുണ്ട് എന്ന് ആരോപിക്കുന്നത് BJP മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയും ഇതേ ആരോപണം തന്നെയാണ്. അപ്പം CPM എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്താണ് ഈ വിഷയങ്ങൾ ഉണ്ടാവുന്നത്. ലക്ഷ്മിക്ക് അറിയാമല്ലോ, 2016 ഡിമോണറ്റൈസേഷൻ ഉണ്ടായ സമയത്ത് ഇതുപോലെ അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ സംഭവിച്ചത്, അനീഷ് ജോർജ് ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് CPMന്റെ പ്രാദേശിക തലത്തിൽ അവിടെ നിന്നുണ്ടായ ഭീഷണിയാണ് എന്ന് BJPക്ക് ഉറപ്പുണ്ടോ? അങ്ങനെയെങ്കിൽ CPMനെതിരെ നിയമ നടപടിയിലേക്ക് പോവുകയല്ലേ വേണ്ടത്? കാരണം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയായ ഒരു ഉദ്യോഗസ്ഥനെയാണ് അങ്ങനെയെങ്കിൽ ഈ വിധത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ അവസാനിപ്പിക്കുന്നതിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ആ സമ്മർദ്ദമാണ് എങ്കിൽ അതിനെതിരെ നിയമ നടപടികളിലേക്ക് കടക്കുമോ BJP? അല്ല ലക്ഷ്മി, ആ ചോദ്യം തെറ്റാണ്. കാരണം BJP എങ്ങനെയാണ് നടപടിയിൽ പോകുന്നത്? വേണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് പോകാം, ആ ജില്ലാ കളക്ടർക്ക് പോകാം, അവിടുത്തെ EROക്ക് പോകാം. ഒരു പൗരന്റെ മേൽ ഉത്തരവാദിത്വമില്ലേ രാഷ്ട്രീയ പാർട്ടിക്ക്? ഒരു മിനിറ്റ്, ഇന്നത്തെ മനോരമയിലുള്ള ഒരു വാർത്ത ഞാൻ വായിക്കാം. ഇന്നലെ രാവിലെയും CPMകാർ ഭീഷണിപ്പെടുത്തി മാർട്ടിൻ ജോർജ്. ഫോം വിതരണത്തിന് വീടുകളിൽ പോയപ്പോൾ കോൺഗ്രസുകാരനായ ബൂത്ത് ഏജന്റിനെ ഒപ്പം കൂട്ടിയതിന്റെ പേരിൽ അനീഷിനെ CPMകാർ ഭീഷണിപ്പെടുത്തിയെന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. ഇന്നലെ രാവിലെയും വീടിന്റെ പരിസരത്ത് നിന്ന് CPMകാർ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ജില്ലയിലെ ഭൂരിഭാഗം BLOമാരും CPMന്റെ പ്രാദേശിക നേതൃത്വം പറയുന്നതനുസരിച്ചാണ് ജോലി ചെയ്യുന്നത്. നോക്കൂ, ഇത് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് അല്ല, ഞങ്ങളുടെ ജില്ലാധ്യക്ഷന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, ഇത് മാർട്ടിൻ ജോർജ് എന്ന് പറയുന്ന DCC പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങൾ മാത്രം പറഞ്ഞ നിങ്ങൾ പറയുന്നത് BJPയുടെ ആരോപണമാണെന്ന്. SIRനെ CPMനെ പോലെ SIRനെ എതിർക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് പാർട്ടിയുടെ DCC പ്രസിഡന്റ് ആരോപണമാണ് ലക്ഷ്മി ഇത്. അപ്പോ അനീഷ് ജോർജിന്റെ ആത്മഹത്യയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ കൺസേൺഡ് ജില്ലാ കളക്ടറും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം. അത് തന്നെയാണ് BJPയുടെ ആവശ്യം. ശരി, അഡ്വക്കേറ്റ് അരുൺകുമാർ, CPMനെതിരെയാണ് ആ വിഷയത്തിൽ ആരോപണം ഉയരുന്നത്. അത് BJPയും കോൺഗ്രസും ഒന്നിച്ചു നിന്ന് തന്നെ ആ ആരോപണം ഉയർത്തുകയാണ്. അവിടെ അനീഷ് ജോർജിനെ സമ്മർദ്ദത്തിലാക്കിയത് മറ്റൊന്നുമല്ല, അവിടുത്തെ CPM പ്രവർത്തകർ ആണ്. അവരാണ് ഭീഷണി മുഴക്കിയത് അനീഷ് ജോർജിനെതിരെ എന്നുള്ള വാദമാണ് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്. ലക്ഷ്മിപ്രിയ, പണ്ട് ഒരു 3 മാസം മുമ്പ്
കണ്ണൂരിലെ DCCയുടെ ജനറൽ സെക്രട്ടറി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്താണോ മനോരമ പത്രത്തിൽ പ്രധാന വാർത്തയായിട്ട് അച്ചടിച്ചു വരുന്നത് അതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ അന്നത്തെ പത്രസമ്മേളനം എന്നതായിരുന്നു അദ്ദേഹം ഇട്ട പോസ്റ്റ്. അത് വലിയ ഗൗരവത്തിൽ ചർച്ച ചെയ്തതാണ്. ഇന്ന് മനോരമ പത്രത്തിൽ അച്ചടിച്ചു വന്ന വാർത്ത അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു. ഇപ്പോൾ പുതിയൊരു സാഹചര്യം, മനോരമ പത്രത്തിൽ അച്ചടിച്ചു വരുന്ന ആ വാർത്ത, പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുന്ന വാർത്ത, അത് BJPയുടെ പ്രതിനിധികൾക്ക് പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് പോയിന്റായി മാറുന്നത് നമ്മൾ കാണുകയാണ്. നമുക്കറിയാമല്ലോ, കോൺഗ്രസ് പറയുന്നത് തന്നെയാണ് BJP പറയുന്നത്, BJP പറയുന്നതാണ് കോൺഗ്രസ് പ്രതിനിധി. എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ മരണപ്പെട്ട അനീഷ് ജോർജിന്റെ പിതാവ് തന്നെ പത്രസമ്മേളനം നടത്തി കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ, ജോലി സമ്മർദ്ദം മൂലമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്മർദ്ദമോ മറ്റു തരത്തിലുള്ള സമ്മർദ്ദം ഒന്നും ഉണ്ടായിട്ടില്ല. തലേ ദിവസം രാത്രി 1:45 2 മണി വരെ ജോലി ചെയ്ത് അവൻ കുറച്ച് ദിവസമായി ഇതിൽ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എന്ന് ആ പിതാവും കുടുംബാംഗങ്ങളും എല്ലാം ഒറ്റ സ്വരത്തിൽ പറയുമ്പോൾ മനോരമ എവിടെ നിന്നോ ഒരു വാർത്ത കണ്ടെത്തുക. എന്നാൽ നോക്കിക്കോ, ഈ വൈശാഖ് എന്ന് പറയുന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് ഈ അനീഷ് ജോർജിനെതിരെ ബഹുമാനപ്പെട്ട കണ്ണൂർ കളക്ടർക്ക് പരാതി കൊടുത്തത്. ആ പരാതി കൊടുത്തത് ഈ BLO പോകുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ കൂടെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ് പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൊടുത്ത പരാതി. ആ പരാതി കളക്ടറുടെ ചേംബറിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്ര പച്ചയായി കള്ളം പറഞ്ഞ് വ്യാജ വാർത്തയുമായി മനോരമയും അത് ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവും അത് ഏറ്റെടുത്ത് BJPയും ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വ്യാജ വാർത്തയൊക്കെ ജനങ്ങൾക്കറിയാം കൃത്യമായിട്ട്. ആ ബന്ധുക്കൾ തന്നെ മാധ്യമങ്ങളോടും ജനങ്ങളോടും വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള നിലപാട് തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ BJPയുടെ നേതാവ് എന്താ പറയുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ എളുപ്പമാണ്, ഇതാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം എന്നുള്ള നിർബന്ധം. ഈ രണ്ടും രണ്ട് പട്ടികയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രാമം, ബ്ലോക്ക്, ജില്ല, അതിൻ്റെതായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫുള്ളായി ഇൻവോൾവ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ BLO വന്ന് ഈ പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുക. ഒറ്റ കാര്യം BLOമാർ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഒരു വീട്ടിൽ ചെലവഴിക്കണം. ഒരു ദിവസം ഒരു 12 മണിക്കൂർ മാറ്റിവെച്ചാൽ വെറും 24, മാക്സിമം പോയ ഒരു 30 വീട്ടിലേ പോകാൻ കഴിയൂ. ആ 30 വീട്ടിലെ ഒരു ദിവസം പോകാൻ കഴിയൂ. ആ വീട്ടിൽ ഒരു മാസം കൊണ്ട് ഗുണിച്ചാൽ തന്നെ 900 വീടെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 3 തവണ പോകണമെന്ന് കളക്ടർ തന്നെ പറഞ്ഞിരിക്കുക. അപ്പോൾ എത്ര തവണ സമയം വേണം? ഒരു വീട്ടിൽ 3 തവണ പോകണം എന്ന് പറയുന്നു. പലതവണ പോയാലും ഡോക്യുമെന്റ് കിട്ടാത്തൊരു സാഹചര്യം. ഞാൻ ആദ്യം പറഞ്ഞു, പല വീടുകളും പകല് പഴയതുപോലെയല്ല, 2002 സാഹചര്യമല്ല 2025. ആ വീട്ടിലുള്ളത് വളരെ പ്രായമെത്തിയ ആളുകളാണ്. അവർക്ക് ഇതിന്റെ ഭാഗമായി പല രേഖകളും എടുത്തു കൊടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു സാഹചര്യത്തിലുള്ള സാമൂഹ്യ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണ്ടേ? ഭരണഘടനാ സ്ഥാപനമല്ലേ ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അത് മനസ്സിലാക്കണ്ടേ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റ സ്വരത്തിൽ പറയുകയാണ്. അപ്പൊ ഇത് പ്രത്യേകമായ ലക്ഷ്യത്തോടെയാണ്, പ്രത്യേകമായ അജണ്ടയിലൂടെയാണ്. ബീഹാറിൽ 47 ലക്ഷം, ആദ്യം 65, പിന്നെ സുപ്രീം കോടതി ഇടപെട്ട് വലിയ രൂപത്തിൽ ഇടപെടൽ വന്നപ്പോൾ അത് 47 ലക്ഷം പേർ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ കേരളത്തിലും ഇവർക്കൊരു ലക്ഷ്യമുണ്ട്, തമിഴ്നാട്ടിലും ഇവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഏത് വിഷയം വന്നാലും CPMന്റെ തലയിലേക്ക് നിങ്ങൾ അങ്ങനെ ആരോപണങ്ങളായിട്ട് പൊക്കോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഗൗരവമായി തന്നെ ജനങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട്. പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സുപ്രീം കോടതി ഇടപെട്ടിട്ട് തന്നെയാണ് ആധാർ കാർഡ് അടക്കം പരിശോധിക്കാം എന്ന് ഒരു ഉത്തരവ് കൂടി വന്നത്, ഒരു രേഖ കൂടി കൂട്ടിച്ചേർക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ ഒറ്റ പ്രശ്നം, ഇത് രണ്ടും ഒരുമിച്ച് നടത്തണം. പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാം കൺഫ്യൂഷൻ ഒരുമിച്ച് വരണം എന്ന രൂപത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഇത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. എത്ര നുണ പ്രചരിപ്പിച്ചാലും ഈ ലക്ഷ്യം, ആ രാഷ്ട്രീയ ലക്ഷ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനുള്ള ഇടപെടൽ നടത്തും. BLOമാർ കടുത്ത സമ്മർദ്ദത്തിലാണ്. അവിടെ ജീവനക്കാരുടെ സംഘടനകൾ തന്നെ, അധ്യാപക സർവീസ് സംഘടനകൾ, അതുപോലെ അതിന്റെ കോൺഫെഡറേഷൻ എല്ലാം ചീഫ് ഇലക്ടർ ഓഫീസർക്കും ജില്ലാ കളക്ടർമാർക്കും എല്ലാം പരാതി കൊടുത്തു. ഇന്ന് അവർ ഈ ഇത്തരത്തിലുള്ള എന്യൂമറേഷൻ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അവർ വർക്കിന് ഇറങ്ങിയിട്ടില്ല. വലിയ തരത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് അവർ അവരുടെ പ്രകടനവും പ്രതിഷേധവും ഒക്കെ നടത്തി. അവരുടെ ഒരു സഹോദരനാണ് ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യം. ഇപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് എല്ലാം കാണിച്ചല്ലോ. എത്ര സമ്മർദ്ദത്തോടെയാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഇലക്ഷൻ കമ്മീഷനാണ്, വലിയ നടപടി വരും, അവിടെ എല്ലാ തരത്തിലുള്ള ജോലിയെയും അത് ബാധിക്കും എന്ന രൂപത്തിൽ വലിയ സമ്മർദ്ദം ഈ സാധാരണക്കാരായ ജീവനക്കാരുടെ, പ്രത്യേകിച്ച് വനിതകളുടെ എല്ലാം തലയിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അതും ഇവരൊന്നും അവരുടേതായ വീടിരിക്കുന്ന പ്രദേശത്തല്ല, ജനിച്ചു വളർന്ന പ്രദേശത്തല്ല 60 മുതൽ 70% വരുന്ന BLOമാർക്ക് ഈ സേവനം അനുഷ്ഠിക്കേണ്ടത്. അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന സ്ഥലം
പഴയതുപോലെ അല്ലല്ലോ, ഒരുപാട് വില്ലകളും ഫ്ളാറ്റുകളും എല്ലാം വന്നു. പല കേറിയർ ഒരു ഫ്ളാറ്റിൽ തീർച്ചയായും പ്രായോഗികമായി നിരവധി ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനകത്ത് അനീഷ് ജോർജിന്റെ കാര്യത്തിൽ CPM അവിടെ സമ്മർദ്ദപ്പെടുത്തിയത് കാരണമാണ് അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തത് എന്ന് പറഞ്ഞ് ഒഴിയാനാകില്ല. ജീവനൊടുക്കിയത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഒഴിയാനാകില്ല. കാരണം ഇന്ന് നമുക്കറിയാം സംസ്ഥാനത്ത് BLOമാർ കഴുത്തിൽ കുരുക്കിട്ട് നിന്ന് അവർ സമരം ചെയ്യുകയാണ്, അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും പ്രശ്നമില്ല, ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രമാണ് എന്ന് കരുതി ഒഴിയാൻ കഴിയുമോ ജിതിൻ ദേവ്? ഇതിനകത്ത് ഈ ഉദ്യോഗസ്ഥർ വല്ലാതെ സമ്മർദ്ദത്തിൽപ്പെടുന്നത് നമ്മൾ ഈ ഓഡിയോ ക്ലിപ്പിംഗ്സ് തന്നെ കേൾപ്പിച്ചില്ലേ, ഇത് 1-2 പേരുടെ വിഷയം മാത്രമല്ല, ഒരുപാട് പേരാണ് വന്ന് പറയുന്നത്. അവരുടെ ബുദ്ധിമുട്ടുകൾ സംഘടിത വന്ന് പറയുകയാണ്, ഞങ്ങൾക്കിത് താങ്ങാൻ വയ്യാത്ത ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്ത് പോകണ്ടേ? അതല്ലെങ്കിൽ അതിനകത്തൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കണ്ടേ? കുറച്ചുകൂടി സാവകാശം അനുവദിക്കണ്ടേ? ലക്ഷ്മി, ഇതൊക്കെ ന്യായമായ ചോദ്യങ്ങളാണ്. ഇവിടെ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യം, ഞാൻ മനോരമയെ ബാക്കപ്പ് ചെയ്തു, ഞാൻ മനോരമയുടെ വാർത്ത എടുത്ത് വായിച്ചു. അരുൺകുമാർ ഇന്ന് കേരളത്തിൽ BJPക്കെതിരെ ഏറ്റവും കൂടുതൽ വ്യാജവാർത്ത ചെയ്യുന്നത് ദേശാഭിമാനി കഴിഞ്ഞ മനോരമയാണ്. ഞങ്ങൾ മനോരമ ബാക്കപ്പ് ചെയ്തില്ല. ഞാൻ വായിച്ചത് മനോരമയിൽ അച്ചടിച്ചു വന്ന കണ്ണൂർ DCC പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റാണ്. അല്ലാതെ ഞാൻ മനോരമയുടെ ലേഖകൻ സ്വപ്നം കണ്ടെഴുതിയ ഏതെങ്കിലും ഒരു ലേഖനമല്ല വായിച്ചത്. DCC പ്രസിഡന്റിന്റെ സ്റ്റേറ്റ്മെന്റ് മനോരമയിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കേരള കൗമുദി ഉണ്ടായിരുന്നു, ഞാൻ കേരള കൗമുദി നോക്കിയത് വായിക്കാമായിരുന്നു. ജന്മഭൂമി ഉണ്ടായി ജന്മഭൂമി നോക്കി വായിക്കാമായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത്, ഞാനിവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ എനിക്ക് കിട്ടിയത് മനോരമയാണ്. അപ്പോൾ ഞാൻ മനോരമ നോക്കി വായിച്ചു. നിങ്ങൾ പറഞ്ഞു വെക്കരുത്. 1. 2, ഒറ്റ മിനിറ്റ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എന്താ ചോദിച്ചേ? ഒരു സെക്കൻഡ് ജിതിൻ, ഒരു സെക്കൻഡ് ഒന്ന് പോയിട്ട് വരാം. ഒരു സെക്കൻഡ് ജിതിൻ, ഒരു സെക്കൻഡ് വെയിറ്റ്. ഈ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ മണ്ഡലത്തിലെ 18-ാം നമ്പർ ബൂത്ത് ഏറ്റുകുടുക്ക ബൂത്തില് അവിടെ വൈശാഖ് എന്ന് പറയുന്ന ഒരു പ്രാദേശിക നേതാവ് കളക്ടർക്ക് അനീഷ് ജോർജിനെതിരെ BLOക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് താങ്കൾക്ക് അന്വേഷിച്ചിരുന്നോ? താങ്കൾ മനസ്സിലാക്കിയിരുന്നോ? ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. ഞാനത് പരിശോധിക്കാം. എനിക്കതറിയില്ല. ഞാനത് പരിശോധിക്കാം. എനിക്കറിയില്ല. അത് അറിയാൻ മേത്തവരെ ഞാൻ അറിയാമെന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. നോക്കൂ, അപ്പോൾ ഇതുകൊണ്ട് മനോരമയിൽ ഞാൻ പ്രിന്റ് ചെയ്തു വന്ന അദ്ദേഹം കേട്ടില്ല. അരുൺ എന്താ പറഞ്ഞേ? അത് പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ വ്യക്തമാകും. അത് പരിശോധിച്ചാൽ ഇപ്പോൾ വന്നിരിക്കുന്ന അല്ലല്ല, ഞാനത് പരിശോധിക്കാന്നേ. ഞാൻ സത്യം മനസ്സിലാക്കും. നമ്മള് അരുണേ ഒരു നിമിഷം, എൻ്റെ സമയമല്ലേ, ഒരു നിമിഷം. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ആത്മഹത്യ ചെയ്തതിനെ സംബന്ധിച്ചാണ്. അങ്ങ് പറഞ്ഞ ആ ആരോപണം വൈശാഖ് എന്ന് പറയുന്ന ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചത് എന്താണെന്നുള്ളത് ഞാൻ അവിടുത്തെ BJP പ്രവർത്തകരെ വിളിച്ച് ഞാൻ അന്വേഷിക്കാം. ഞാൻ അവിടെ BJPയുടെ നേതാക്കന്മാരോട് അന്വേഷിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെ വല്ലാതെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് എനിക്ക് എൻ്റെ കിട്ടിയ റിപ്പോർട്ട്. അല്ലാതെ ഈ വൈശാഖിൻ്റെ പരാതിയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനത് പരിശോധിക്കാം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ആത്മഹത്യയല്ലേ, അന്ന് ഈ മനുഷ്യൻ ജീവനിൽ ഒടുക്കി നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ നമുക്ക് പരിശോധിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഇത് ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല എന്നുള്ളതാണ്. ഇത് BLOമാർ ഒന്നടങ്കം സമരത്തിലേക്ക് നീങ്ങണമെങ്കിൽ, ഇത്രയധികം പരാതികൾ വരണമെങ്കിൽ അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ. അതെന്തുകൊണ്ടാണ് ഒരു സാവകാശം അനുവദിക്കാത്തത്? അതിനകത്തൊരു പുനഃപരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകാത്തത് എന്തുകൊണ്ടാകും? ലക്ഷ്മി, ഈ ചോദ്യത്തിന് BJPക്ക് മറുപടി പറയാൻ സാധിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇതിന് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കപ്പെട്ട പ്രോസസ്സിനോട് സഹകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഉള്ളതുപോലുള്ള സ്വാതന്ത്ര്യം CPMനുമുണ്ട്, കോൺഗ്രസിനുമുണ്ട്, മറ്റ് ദേശീയ പാർട്ടികൾക്കെല്ലാം ഉണ്ട്, മറ്റ് സംസ്ഥാന പാർട്ടികൾക്കുമുണ്ട്. അപ്പം ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ. അത് BJP ഇലക്ഷൻ കമ്മീഷനെ വിളിച്ചിട്ട് ഇപ്പം ഇത് നടത്തണം എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത് ഇലക്ട്രൽ റോൾ പ്യൂരിഫൈ ചെയ്യണം എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യമാണ്. നോക്കൂ, ഇപ്പോൾ അദ്ദേഹം ഇവിടെ ബീഹാർ SIR കോട്ട് ചെയ്തു. ബീഹാറിൽ ജൂൺ മാസം 2025 7,93,00,000 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. SIR കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ എന്യൂമറേഷൻ ഫോം വന്നതിന് ശേഷം 91.7% ആൾക്കാർ അതിനോട് സഹകരിച്ച് 7.24 വന്നു. ലാസ്റ്റ് ഫൈനൽ ഇലക്ട്രൽ റോൾ
ഇലക്ഷൻ കമ്മീഷൻ ഫൈനൽ ഇലക്ട്രൽ റോൾ പ്രസിദ്ധീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഏകദേശം ഈ അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു 47 to 60 അടുത്തുള്ള ഒരു ലാഖിനടുത്തുള്ള വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടു. ലക്ഷ്മി, ആ പട്ടികയിൽ ഏതാണ്ട് 24 ലക്ഷത്തോളം ആൾക്കാർ മരണപ്പെട്ട ആൾക്കാരാണ്. 7 ലക്ഷത്തോളം ആൾക്കാർ 2 സ്ഥലങ്ങളിൽ വോട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ ആരോപണം ഉയരുന്നുണ്ട്. ഇപ്പൊ ഇരിക്കൂർ MLAക്ക് 2 സ്ഥലങ്ങളിൽ വോട്ടുണ്ടെന്ന് പറയുന്നു. എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാര്യയ്ക്ക് 3 സ്ഥലങ്ങളിൽ വോട്ടുണ്ടെന്ന് പറയുന്നു. അടൂർ പ്രകാശ് തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1,12,000-ഓളം വോട്ടർമാരുണ്ടെന്ന് പറയുന്നു. ഉറപ്പായും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിഹരിക്കുക തന്നെ വേണം. പക്ഷേ ഇതിനകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, തൊഴിൽ സമ്മർദ്ദം, ഇതിനെയൊക്കെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ്, ഇന്ന് പെട്ടെന്ന് വന്ന് പറയുന്നു നാളെ മുതൽ ടീച്ചർമാർ BLO ആകണമെന്ന്. കുട്ടികളെ ആര് പഠിപ്പിക്കും? പരീക്ഷ ഉൾപ്പെടെ അടുത്തിരിക്കുകയാണ്. പരീക്ഷയെ ഇത് ബാധിക്കും. ഇങ്ങനെ ഒരു തെറ്റായ തീരുമാനമാണ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ രീതിയിൽ സമൂഹത്തിൽ ആശങ്കയുണ്ട് ഇങ്ങനെ തൊഴിൽ സമ്മർദ്ദത്തിലേക്ക് ജീവനക്കാരെ കൊണ്ടുപോകുമ്പോൾ. ലക്ഷ്മി, ഈ നമ്മുടെ ടീച്ചർമാരായാലും നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരായാലും എല്ലാ കാലഘട്ടത്തിലും വിവിധ തരത്തിലുള്ള സർവേകളും വിവിധ തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രോസസ്സുകളൊക്കെ ചെയ്തവരാണ്. പിന്നെ ആരെ കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ ഇവരിവിടെ ആശ്രയ ഇൻസ്റ്റിറ്റ്യൂട്ട് സർവേ നടത്തി. ആരെ കൊണ്ടാണ് അവർ ചെയ്യിപ്പിച്ചത്? ഇവിടെ ഇപ്പോൾ മൾട്ടി പോവർട്ടി ഡയമെൻഷൻ ഇൻഡെക്സ് ബേസിൽ സർവേ നടക്കുന്നു. ഇവർ ആരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്? ഇനി ഇതല്ല, ഇതിനകത്ത് വോളണ്ടിയേഴ്സിന് വേണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കാൻ തയ്യാറാകണം. അഡീഷണൽ വോളണ്ടിയേഴ്സിനാണ് നിശ്ചയിക്കാൻ തയ്യാറാകണം. ഈ BLOമാരെ സഹായിക്കാനായിട്ട് അഡീഷണൽ BLO വേണമെങ്കിൽ നിശ്ചയിക്കാൻ തയ്യാറാകണം. ഇതൊക്കെ നമ്മൾ ഉന്നയിക്കേണ്ട ന്യായമായ ആവശ്യമാണ്. എല്ലാ വാർഡുകൾ, എല്ലാ ബൂത്തുകളിലും ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ, ഒരു സെൻട്രലൈസ്ഡ് സ്ഥലത്തേക്ക് വോട്ടർമാരെ ഈ രേഖകൾ പരിശോധിക്കുവാനൊക്കെ ഉള്ള സംവിധാനം വേണോ? അത് തയ്യാറാകണം. ഇപ്പോൾ ഇവരുടെ പാർട്ടി തന്നെ DYFI ഞാൻ കണ്ടു, പല സ്ഥലങ്ങളിലും ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിലേക്ക് ഏത് സമയത്തും ഏത് വോട്ടർക്കും സംശയം വിളിച്ചു ചോദിക്കാം. അവർക്ക് ആ വോട്ടർ പട്ടിക അവരുടെ പേര് എവിടെയാണ്, അല്ലെങ്കിൽ ഇവരുടെ പ്രോജനി എവിടെയായിരുന്നു, ഇതൊക്കെ കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കും. അപ്പൊ ഈ പ്രോസസ്സിനോട് സഹകരിക്കേണ്ടത് പൊളിറ്റിക്കൽ പാർട്ടികളാണ്. ഇലക്ട്രൽ റോൾ ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യം, ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടതും ശുദ്ധീകരിക്കപ്പെടേണ്ടതും സുതാര്യത ഉണ്ടാവേണ്ടതും ആവശ്യം രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. ആ രാഷ്ട്രീയ പാർട്ടികൾ മുഖമടച്ച ഒരു പ്രോസസ്സിനെ പൂർണ്ണമായി എതിർക്കുന്നതിനെയാണ് ഞാൻ യോജിക്കാത്തത്. നിങ്ങൾക്ക് ആശങ്കകളുണ്ടോ? ചൂണ്ടിക്കാണിക്കാം. സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് 1000 മുതൽ 1200 ഫോമുകൾ വരെ 4 ദിവസം കൊണ്ടൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അപ്രാപ്യമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നത് രാഷ്ട്രീയക്കാരല്ല. അതിനകത്ത് BLOമാരൊക്കെ തന്നെയാണ്, അവരുടെ സംഘടനകളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. NGO യൂണിയൻ അടക്കമുള്ളവയാണ് പുറത്തേക്ക് വന്ന് ഈ സമരവുമായി രംഗത്ത് നിൽക്കുന്നത്. ലക്ഷ്മി, ഇവിടെയാണ് എനിക്ക് വേണ്ടുന്ന ആ വാക്കിലേക്ക് അങ്ങെത്തി. യൂണിയൻ, ഈ യൂണിയനാണ് പ്രശ്നം. 4 ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ എവിടെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഷെഡ്യൂളാണ് ഇത്? SIRന്റെ ഇലക്ഷൻ കമ്മീഷന്റെ ഷെഡ്യൂളാണ്. ഈ ഷെഡ്യൂളിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ് 28 ഒക്ടോബർ to 3 നവംബർ, ഹൗസ് ടു ഹൗസ് എന്യൂമറേഷൻ ഫേസ് 4th നവംബർ to 4th ഡിസംബർ. 4 ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് യൂണിയൻ ചുമതലയിലിരിക്കുന്ന ഇവരുടെ ചുമതല പാർട്ടിക്കാരന്മാരായിട്ടുള്ള EROമാർ ചിലർ വലിയ പ്രഷർ കൊടുക്കുന്നുണ്ട്. ഞാൻ പല BLOമാരോട് സംസാരിച്ചു. കരുനാഗപ്പള്ളിയിലെ BLOമാരോട് ഞാൻ സംസാരിച്ചു, കൊല്ലത്തെ BLOയോട് സംസാരിച്ചു. അവിടുത്തെ EROമാരൊന്നും ഇത്തരത്തിലൊരു പ്രഷർ കൊടുക്കുന്നേ ഇല്ല. അപ്പോ വോട്ടർ പട്ടിക ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഈ പ്രോസസ്, ഇത് മോശമാണ്, ഇത് തടയപ്പെടേണ്ടതാണ് എന്നുള്ള പൊളിറ്റിക്കൽ മോട്ടീവാണ് ഇതിന് പുറകിൽ. അവിടെയാണ് യൂണിയൻ. യൂണിയനുകൾ സംഘടിതമായി SIRനെതിരെ രാഷ്ട്രീയം കളിക്കുകയാണോ? അതാണ് BJPയുടെ ആരോപണം. അല്ല, ഒരിക്കലുമില്ല. ഇവിടെ പറയുന്ന കേട്ടില്ലേ, അധ്യാപകർ പോകട്ടെ, ഇവരല്ലെങ്കിൽ പിന്നെ ആര് പോകും? ഏതെങ്കിലും ഒരു സെൻസസിനോ ഇതുപോലുള്ള സംവിധാനത്തിനോ അധ്യാപകരെ സർവേക്ക് വെച്ചിട്ടില്ല. നമുക്ക് നോക്കാം. അല്ല, ഒറ്റ മിനിറ്റ്. എവിടെയാണ് നീ എന്നൊരു വാക്ക് കേട്ടപ്പോഴേക്കും ആ BJP നേതാവിന്റെ ആ ദേഷ്യവും വരുമോ? ഇലക്ഷൻ കമ്മീഷൻ വരുമോ? ഇവിടെ ഒറ്റ മിനിറ്റ്, എന്റെ സമയം ഞാൻ പറയട്ടെ. ഇത്തരത്തിൽ ഒരു പരീക്ഷാകാലം കൂടിയാണല്ലോ, നമ്മൾ അത് മറന്നുകൂടല്ലോ. പബ്ലിക് എക്സാമിനേഷനുകൾ അടുത്തിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ. പബ്ലിക് എക്സാമിനേഷൻ മാർച്ചിലാണ് ലക്ഷ്മി. പബ്ലിക് എക്സാമിനേഷൻ 1924 മാർച്ചിലേക്ക് പോർഷൻ തീർക്കണമല്ലോ, പഠിപ്പിക്കണമല്ലോ അധ്യാപകർക്ക്. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയത് ട്രേഡ് യൂണിയൻ ആക്ട്.
അതെ, നിയമപരമായി ട്രേഡ് യൂണിയൻ ആക്ടിന്റെ ഭാഗമായിട്ട് സംഘടിച്ച ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ജീവനക്കാരുടെ താല്പര്യം സംരക്ഷിക്കേണ്ടേ? അതിനുവേണ്ടി അവർ വാദിക്കുമ്പോൾ ഒരു ജീവിതം അവസാനിപ്പിച്ച് പലരും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ അവരുടെ യൂണിയൻ ഇടപെട്ടതാ വലിയ കുറ്റം. ഇത് കേരളത്തിലും നമ്മുടെ രാജ്യത്തും എല്ലാം 1924 ബ്രിട്ടീഷുകാരുടെ കാലത്ത് ട്രേഡ് യൂണിയൻ ആക്ട് വന്നേ. അതിന്റെ ഭാഗമായി സംഘടിച്ചവർ അവരുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെടണ്ടേ? തകർന്ന് തരിപ്പണമായി മാറുന്ന അവരുടെ ജീവിത സാഹചര്യത്തിൽ ഇടപെടണ്ടേ? ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നോക്കി നിൽക്കാൻ കഴിയുമോ? അപ്പൊ ഇവിടെ യഥാർത്ഥ കോസ് എന്താണ്? ഈ ഒരു മാസം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കണക്ക് വെച്ച് പറഞ്ഞല്ലോ, ഒരു വീട്ടിൽ അരമണിക്കൂർ 12 മണിക്കൂർ മാറ്റി വെച്ചാൽ എത്ര? 24 വീട്ടിലേ പോകാൻ കഴിയൂ. 30 ദിവസം ഞായറാഴ്ചയും കൂട്ടിക്കോ. അങ്ങനെ കൂട്ടിയാലും 900 വീട്. ആ 900 വീട് എന്ന് പറയുമ്പോൾ 3 തവണ പോകണം. 900 കൂടെ 3 27 2700. എവിടെ ദിവസം വെച്ച് നോക്ക്. ഇത്തരത്തിൽ ഒരിക്കലും സാധിക്കാത്ത കാര്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. രാത്രി മുഴുവൻ ഇരുന്ന് ജോലി ചെയ്താലും ജോലി പൂർത്തീകരിക്കില്ല. തീർച്ചയായും അതൊരു ഹെവി ടാർഗറ്റ് തന്നെയാണ് എന്നുള്ളതാണ് ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടത്. പരാതി. ജീവനക്കാരുടെ പരാതി അത് തന്നെയാണ്. അവർ അനുഭവിക്കുന്ന സമ്മർദ്ദം അത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ വ്യാപകമായി പരാതികൾ ഉയർന്നു വരുന്നത്. വളരെയധികം നന്ദി ജിതിൻ ദേവ്, ഒപ്പം അഡ്വക്കേറ്റ് കെ അരുൺകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി.